അപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 പേരും സമർത്ഥന്മാർ. എങ്കിലും കൂടുതൽ സമർത്ഥൻ ആരാണെന്നറിയാൻ അപ്പൻ ഒരു പരീക്ഷണം നടത്തി. 2 പേർക്കും കുറെ ചില്ലറ നാണയങ്ങൾ തുല്യമായി പകുത്തു കൊടുത്തു. പിന്നെ കാലിയായ ഓരോ മുറിയും. ആ ചില്ലറ നാണയങ്ങൾ കൊണ്ട് കിട്ടാവുന്നത് വെച്ച് ആ മുറികൾ നിറയ്ക്കണം. 1 ദിവസം സമയം. ഈ ചില്ലറ നാണയങ്ങൾ കൊണ്ട് എന്ത് കിട്ടാൻ എന്ന് മക്കൾ ചിന്തിച്ചെങ്കിലും അപ്പൻ്റെ ആജ്ഞ അനുസരിച്ച് അവർ അന്വേഷിച്ച് പുറത്തേക്ക് പോയി. പിറ്റേ ദിവസം പ്രഭാതമായി. അപ്പൻ മക്കളെ വീണ്ടും വിളിച്ചു. മൂത്തവനോട് ചോദിച്ചു, എന്തായി? മൂത്തവൻ പറഞ്ഞു, ഞാൻ അപ്പൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. മുറിയിലേക്ക് അപ്പനെ ക്ഷണിച്ചു. മുറി നിറയെ വൈക്കോൽ നിറച്ചിരുന്നു. മകൻ പറഞ്ഞു, എനിക്ക് തന്ന പണം കൊണ്ട് കിട്ടാവുന്നത് പരമാവധി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് മുറി നിറഞ്ഞിട്ടുണ്ട്. അപ്പന് മുറിക്കകത്തേക്ക് കയറാനാവാത്ത വിധം ആ മുറി നിറഞ്ഞിരുന്നു. അപ്പൻ സന്തോഷം മകനെ അറിയിച്ചു. പിന്നെ ഇളയ മകനെ നോക്കി. ഇളയ മകനും അപ്പനെ കൂട്ടിക്കൊണ്ട് തനിക്ക് തന്ന മുറിയിലേക്ക് പോയി. ആ മുറി നന്നായി വൃത്തിയാക്കിയിരുന്നു. നടുക്ക് 2 തിരികൾ കത്തുന്നുണ്ടായിരുന്നു. ഒന്ന് അവിടെ പ്രകാശം പരത്തിക്കൊണ്ടിരുന്നു, രണ്ടാമത്തേത് സുഗന്ധം നിറച്ചുകൊണ്ടിരുന്നു. അപ്പൻ ആ പ്രകാശത്തിൽ സുഗന്ധം ആസ്വദിച്ച് അല്പനേരം നിന്നു. അപ്പന് ആ മുറി കുറെ കൂടെ ഇഷ്ടമായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിറവാണ് പ്രകാശം, ഹൃദയാനന്ദമാണ് സുഗന്ധം. പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇരുട്ടിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് വെളിച്ചമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവം ആദ്യം പറഞ്ഞതും വെളിച്ചമുണ്ടാകട്ടെ എന്ന് തന്നെയാണ്. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ അല്പം പ്രകാശം കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വഴി നമുക്ക് വ്യക്തമായി കണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അല്പം സുഗന്ധം കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് മാത്രമല്ല കൂടെയുള്ളവരുടെ ഹൃദയത്തെയും അത് സന്തോഷിപ്പിക്കും. അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് വെളിച്ചമുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പ്രകാശം എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനിക്കും, പ്രകാശം എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാനാവും എന്നുള്ളത് സംബന്ധിച്ച് പ്രത്യേകമായി ചിന്തിക്കാം. ക്രിസ്തുമസിന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രതീകം വെളിച്ചമാണ്. ഇക്കാര്യം ക്രിസ്തുമസ് സന്ദേശത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുമുണ്ടായി. അതേ സംബന്ധിച്ച് ഒരല്പം കൂടെ നമ്മൾ വിശദമായി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഈ പുതുവത്സരത്തിൽ എന്ന് ചിന്തിക്കുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിന് ഇതേ ആസ്പദമാക്കി ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം, വെളിച്ചമുണ്ടാകട്ടെ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ദൈവവചനമാണ് വെളിച്ചമുണ്ടാകട്ടെ. ലോകം മുഴുവനും ഇരുളായിരുന്നു. ആ ഇരുളിൽ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതാണ് ദൈവം ആദ്യമായി ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇപ്പോൾ നമുക്ക് ചുറ്റും മുഴുവൻ ഇരുട്ടാണ്. അപ്പം നമ്മൾ എന്താഗ്രഹിക്കും? ഒരു കുഞ്ഞു വെളിച്ചം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന്. വെളിച്ചവുമായി ഒരാൾ കടന്നു വരുന്നു, ഒരു കൊച്ചു തിരിവട്ടവുമായി, ഒരു മെഴുകുതിരി പ്രകാശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എണ്ണവിളക്ക് കയ്യിലേന്തിക്കൊണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിച്ചത്തിന് എത്ര വലിയ
ആനന്ദമുണ്ടാക്കാൻ കഴിയും, സന്തോഷമുണ്ടാക്കാൻ കഴിയും, നമ്മളെ ഒരു പുതിയ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ അല്ലേ? അതാണ് വെളിച്ചത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്വാധീനം. ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ തീജ്വാലയുടെ ശുശ്രൂഷ. ദേവാലയത്തിൽ നിന്ന് ആചാര്യൻ, ജനങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ എല്ലാവരും നിരനിരയായി എല്ലാവരുടെയും കയ്യിൽ ഒരു കൊച്ചു മെഴുകുതിരി കത്തിച്ചു കൊടുക്കുന്നു. അവരുടെ കയ്യിൽ ഒരു നുള്ള കുന്തിരുക്കവുമുണ്ട്. ഒരു ചെറുതിരിയുമായി ഒരു നുള്ള പരിമളം പരത്തുന്നതിന് സഹായകമായ കുന്തിരുക്കവുമായി നമ്മൾ പുറപ്പെടുകയാണ്. അവിടെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ഒരു തീജ്വാല ഉണ്ടാക്കുന്നതിനാവശ്യമായ സംഗതികൾ ഒരുക്കി വച്ചിരിക്കുന്നു. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആചാര്യൻ അവിടെ തിരികൊളുത്തി ജ്വാലയാക്കുന്നു. അവിടെ നമ്മൾ കയ്യിലേന്തിയിരിക്കുന്ന കുന്തുരുക്കം നിക്ഷേപിക്കുകയായി. തീജ്വാലയും അവിടെ നിക്ഷേപിക്കുന്ന കുന്തുരുക്കത്തിൽ നിന്ന് ഉയരുന്ന പരിമളവാസനയും അതൊരു ശക്തമായ പ്രതീകമാണ്. ഒരർത്ഥം നമുക്ക് പകർന്നു തരുന്ന ഒരു വലിയ കാര്യമാണ്. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ ലോകത്തിന് വെളിച്ചം പകരുവാൻ ഒരു തിരുവട്ടം കയ്യിലേന്തിക്കൊള്ളണം. നന്മ എല്ലാവരുടെയും ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്നതിന് സഹായകമായ പരിമളവാസന പരത്തുന്ന കുന്തിരിക്കം നമ്മൾ കയ്യിലേന്തുന്നു. ഈ തിരുവട്ടവും പരിമളവാസന പരത്തുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളുടെ നന്മയുടെ പ്രതീകമായ കുന്തിരിക്കവും തീജ്വാലയിൽ നിക്ഷേപിക്കുകയാണ്. ആ തീജ്വാല യേശുക്രിസ്തുവിൻ്റെ പ്രകാശമാണ്, വലിയ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നമ്മൾ, ആ ജ്വാലയിൽ നമ്മൾ നമ്മുടെ നന്മപ്രവർത്തികളുടെ പ്രതീകമായ പരിമളം പരത്തുന്ന കുന്തിരിക്കം വിതറുകയായി. ഇതാണ് ജീവിതം. ദൈവത്തിൻ്റെ സിംഹാസനമായ മദ്ബഹായിൽ നിന്ന് സിംഹാസനമുള്ള ത്രോണോസ്, ആ ത്രോണോസ് മദ്ബഹായിൽ, അവിടെ നിന്ന് തുടങ്ങുന്ന പ്രദക്ഷിണം ലോകത്തിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും അതിനോടൊപ്പം കൂടുകയാണ്. ഇതൊരു യാത്രയാണ്, ജീവിതയാത്രയാണ്, ഒരു തീർത്ഥയാത്രയാണ്. നമ്മുടെ കൈകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശമുണ്ടാവണം. നന്മയുടെ പരിമളവാസന പരത്തുന്ന കുന്തിരിക്കവും അത് നമ്മൾ യേശുക്രിസ്തുവിൽ നമ്മൾ തൃപ്പാദങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുകയുമാണ്. ഇത് ജീവിതത്തിൻ്റെ ഒരു തനി പകർപ്പായി നാം കാണേണ്ടതുണ്ട്. ശ്രദ്ധിക്കൂ, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു തിരുവട്ടം, ഒരു ചുറ്റുവട്ടം, അത് നമുക്ക് വീണ്ടും ഓർക്കാം. ഒരു തിരുവട്ടം, ഒരു തീനാളം, ഒരു ചിരാത്, ഒരു മെഴുകുതിരി, അത് നോക്കൂ, അതിന് ഒരു ചുറ്റുവട്ടമുണ്ടാക്കുന്നു. ഇംഗ്ലീഷിന് അതിന് എഫൾജൻസ് എന്ന് പറയാൻ കഴിയും. പ്രകാശവലയമാണ്. അപ്പോൾ എവിടെയാണോ വെളിച്ചമുള്ളത്, ആ വെളിച്ചം ഒരു പ്രകാശത്തിൻ്റെ ഒരു ചെറു ചുറ്റുവട്ടമുണ്ടാക്കും. നമുക്ക് വഴികാട്ടിത്തരും ആ വെളിച്ചം. അതേപോലെ തന്നെ അനേകർക്ക് വഴികാട്ടിയായി തീരുവാൻ നമ്മൾ എന്തെന്ന പ്രകാശം സഹായകവുമായി തീരും. വെളിച്ചമുണ്ടാകട്ടെ. ഈ പുതിയ വർഷം സമാരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് വീണ്ടും ഉറക്കെ ചിന്തിക്കാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകുവാൻ എനിക്ക് കഴിയണം. ഏതെങ്കിലും ഒരു കൊച്ചു നന്മ നമുക്ക് ചെയ്യാനാവും.
എല്ലാ ദിവസവും ഏതവസരങ്ങളിലും ആ നന്മ നമ്മൾ വാക്കിലൂടെയോ കൊച്ചു കൈത്താങ്ങിലൂടെയോ കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികളിലൂടെയോ നമ്മളുടെയൊക്കെ കുഞ്ഞു സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുമ്പോൾ നമ്മൾ ലോകത്തിൽ പ്രകാശമായി തീരുകയാണ്. നമ്മൾ വെളിച്ചമായി തീരുന്നത് മാത്രമല്ല, ലോകത്തിന് പ്രകാശമായി തീരാനും തീർച്ചയായും അത് സഹായിക്കും. നമുക്ക് ഈ പുതിയ വർഷം നമുക്ക് നമ്മളോട് തന്നെ പറയാം, വെളിച്ചമുണ്ടാകട്ടെ. ഉള്ളിൽ ഇരുളാണോ പാഴ്ചിന്തകളുടെ, ആകാത്തതും അരുതാത്തതുമായ വിചാരങ്ങളുടെ, ആകർഷണങ്ങളുടെ, പ്രലോഭനങ്ങളുടെ, പരീക്ഷകളുടെ ഒക്കെ ശക്തമായ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സ് ഇരുട്ടായി പോകുന്നു, ചിന്ത ഇരുട്ടായി പോകുന്നു. പ്രകാശത്തിന് പകരം ഇരുട്ട് പരത്തുന്ന ഒരു സാഹചര്യം എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാകുമോ? നമുക്കത് ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായും വെളിച്ചമുണ്ടാവട്ടെ നമ്മളുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും. കുഞ്ഞുങ്ങളെ, ഈ വർഷം അങ്ങനെ ഒരു പ്രതിജ്ഞ ലോകാരംഭത്തിൽ ദൈവം ഉച്ചരിച്ച ഒരു വലിയ വാക്ക് വെളിച്ചമുണ്ടാകട്ടെ. അതിനുശേഷമാണ് ലോകത്തിന് പ്രകാശം പരത്തുന്ന സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. ആ ഒരു വലിയ പ്രഭ, ആ ഒരു വലിയ വെളിച്ചം നമുക്കും നമ്മളുടേതായ നിലയിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യേശു ലോകത്തിൻ്റെ വെളിച്ചമായ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കർത്താവ് പറയുന്നുണ്ടല്ലോ. അതിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് നാം ഓരോരുത്തരും കുഞ്ഞു വെളിച്ചമായി തിരുവട്ടമായി വ്യാപരിപ്പാൻ ഈ പുതിയ വർഷം സഹായിക്കട്ടെ. നമുക്ക് തീരുമാനമെടുക്കാം. ദൈവകൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാ. കൗമാരക്ക ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര തരം ഭക്ഷണമാണ് കഴിക്കുന്നത്? എത്രയോ തരം ഭക്ഷണങ്ങൾ. ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് അന്വേഷിച്ച് പോയാൽ അവസാനം ചെന്നെത്തുന്നത് മണ്ണിലേക്ക് തന്നെയല്ലേ കൂട്ടുകാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് മണ്ണ് തിന്നുന്നവർ. കൂട്ടുകാർക്കൊക്കെ ജനിച്ച സമയത്ത് വെയിറ്റ് എന്തായിരുന്നു എന്നറിയാമോ? ഏതാണ്ട് 3-3.5 കിലോഗ്രാം ആയിരിക്കണം വെയിറ്റ്. ഏതായാലും പേരൻസിനോട് ഒന്ന് ചോദിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്തോളൂ. എന്നാൽ ഇപ്പോഴോ എല്ലാവർക്കും 30-35 കിലോഗ്രാം വെയിറ്റ് കാണും. ഇതെങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം, നമ്മുടെ ശരീരം വളർന്നു. നിങ്ങളുടെ ശരീരം ഇനിയും വളരും. നിങ്ങളൊക്കെ 80 കിലോഗ്രാം, ചിലരൊക്കെ ഒരുപക്ഷെ 100 കിലോഗ്രാംസിലേക്കാളും കൂടുതലായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു തന്നിരിക്കും. നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വളർന്നത്? നമ്മുടെ ശരീരം വളർന്നത് നമ്മൾ കഴിച്ച ഫുഡ് സബ്സ്റ്റൻസസിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ ബിൽഡപ്പായി നമ്മുടെ ശരീരം വളർന്നു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഈ ന്യൂട്രിയൻസ്? ഏതൊക്കെയാണ് അതിൻ്റെ സോഴ്സസ്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് കോംപ്ലക്സ് കെമിക്കൽസ് ഉണ്ടെങ്കിലും ഈ കോംപ്ലക്സ് കെമിക്കൽസ് എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് 10-12 ബേസിക് എലമെൻസിൽ നിന്നാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫർ, സൾഫർ, അങ്ങനെ കുറേ എണ്ണം മാത്രം. ഇതിൻ്റെ സോഴ്സോ നമ്മുടെ ഭൂമിയിലെ മണ്ണിനകം. അപ്പോൾ ഈ മണ്ണിനകത്തുള്ള ഈ ബേസിക് എലമെൻറ്റ്സ്
എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെത്തി നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്തത്? അതാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്ന ഫുഡ് ചെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ വരുമ്പോൾ നമ്മളതിനെ ഫുഡ് വെബ് എന്നും പറയും. അതായത് ഭൂമിയിലെ ഈ ബേസിക് എലമെൻസിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് വഴി അത് ഫുഡ് സബ്സ്റ്റൻസസ് ആക്കി മാറ്റും. അങ്ങനെ പ്ലാന്റ്സിൽ നിന്ന് ലഭിക്കുന്ന അരിയും ഗോതമ്പും പച്ചക്കറികളും ഒക്കെ ആനിമൽസ് കഴിക്കുമ്പോൾ അത് ആനിമൽസിൻ്റെ ബോഡിയിലെ പാർട്ടായിട്ട് മാറും. മനുഷ്യനാകട്ടെ ഈ അരിയും ഗോതമ്പും പച്ചക്കറികളും മാത്രമല്ല ആനിമൽസിനെയും കഴിക്കുന്നത് കൊണ്ട് രണ്ട് സോഴ്സിൽ നിന്നും മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഈ ന്യൂട്രിയൻസ് എത്തിച്ചേരും. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ലൈഫ് ഫോഴ്സ് ഇതിനെ നമ്മുടെ ബോഡിയുടെ ടിഷ്യൂസും സെൽസുമാക്കി തീർത്ത് ഇങ്ങനെയാണ് നമ്മൾ വളരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളീ കാണുന്ന മനോഹരമായ ബോഡി ഫോം ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഭൂമിയിലുള്ള മണ്ണിനകത്തെ എലമെൻസ് കൊണ്ടാണ്. പിന്നീട് എന്ത് സംഭവിക്കും? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ബോഡി ഡീകമ്പോസ് ചെയ്ത് ഈ എലമെൻസ് എല്ലാം വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചെത്തും. അതായത് മനുഷ്യൻ ഭൂമിയിലെ മണ്ണിൽ നിന്ന് ഫോം ചെയ്തു, ഭൂമിയിലെ മണ്ണിലേക്ക് വീണ്ടും ഡീകമ്പോസ് ചെയ്ത എലമെൻസിനെ അങ്ങ് തിരിച്ചു കൊടുക്കും. ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് പ്രിയപ്പെട്ടവരെ ഇത്. എന്തൊക്കെയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന സ്പിരിച്വൽ ഇൻസൈറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻസൈറ്റ്, ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 7. അവിടെ പറയുന്നു, ദൈവമായ കർത്താവ് ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മളിത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ആദമിനെ സൃഷ്ടിച്ച കഥയാണ് പറയുന്നതെന്നാണ്. പക്ഷെ നമ്മൾ കേട്ടു, ആദമിനെ മാത്രമല്ല സകല മനുഷ്യരെയും ജീവജാലങ്ങളെയും ഈ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടാമത്, ഇതിനകത്തെ ഡിവൈൻ പ്രോസസ്സാണ് ഏറ്റവും അത്ഭുതകരം. കാരണം ഒരേ ഫുഡ് സബ്സ്റ്റൻസ് പല ആനിമൽസാണ് കഴിക്കുന്നതെങ്കിൽ പലയിനം ബോഡീസാണ് ഫോം ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിൽ അത് മനുഷ്യൻ്റെ ബോഡിയായി മാറും. ആ ഫുഡ് തന്നെ ഒരു പൂച്ചക്കുട്ടി കഴിച്ചാൽ അത് പൂച്ചയുടെ ബോഡിയായിട്ട് മാറും. ഒരു നായ്ക്കുട്ടിയാണെങ്കിലോ അത് നായയുടെ ബോഡിയായിട്ട് മാറും. രണ്ടാമത്തെ ഇൻസൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ദ ബുക്ക് ഓഫ് 1 Corinthians chapter 3 verse 17. അവിടെ പറയുന്നു, our bodies are the temple of God and God will destroy the one who destroys this body. അതായത് നമ്മളുടെ ഈ ബോഡി യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു കവറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോഡിയെ ഹോളിയായിട്ടും കെയർഫുള്ളായിട്ടും സൂക്ഷിക്കണം. നമ്മൾ പലപ്പോഴും ഈ ബോഡിയെ ഹോളിയായിട്ട് സൂക്ഷിക്കാതെ മിസ്യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ബോഡിക്ക് കെയർ കൊടുക്കാതെ ബോഡിക്ക് ഹാംഫുള്ളായിട്ടുള്ള ഒത്തിരി കാര്യം ചെയ്യാറുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, എക്സസൈസ് ഇല്ലാതിരിക്കുമ്പോൾ, മദ്യം കഴിക്കുമ്പോൾ, മയക്കുമരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഈ ആക്ച്വലി ഈ ബോഡിയെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന മാതിരി നമ്മുടെ ശരീരത്തിലേക്ക് പലവിധ രോഗങ്ങളായിട്ട് വന്ന് അതിനെ കംപ്ലീറ്റായിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദമിനെ സൃഷ്ടിച്ചതുപോലെ നമ്മളെ എല്ലാവരെയും ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ മണ്ണിലേക്ക് തന്നെ നമ്മൾ ചേരും. അതോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡീസിനെ ഹോളിയായിട്ടും കെയർഫുള്ളായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ചലഞ്ച്, ചോദ്യം, പ്രവർത്തനം, ഉത്തരം, സമ്മാനം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ മെഗാ ചലഞ്ച് തുടരുകയാണ്. ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ചുകൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ആദ്യം ചോദ്യം, പിന്നെ പ്രവർത്തനം.
പരിശുദ്ധ പരുമല തിരുമേനി ആദ്യം സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ്? തിരുമേനി അപ്പച്ചൻ്റെ വീഡിയോ കണ്ട് തീരുമാനിക്കാം. അദ്ദേഹം തുമ്പമൺ പള്ളിമേടയിൽ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. ഉടനെ തന്നെ അതിന് പള്ളിമേട അല്ലല്ലോ, ഓരോരു പ്രത്യേക കെട്ടിടം വേണം. അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ഥലം വേർതിരിച്ച് അവിടെ സ്കൂൾ കെട്ടിടം പണിയുന്നതിന് ശിലാസ്ഥാപനം നടത്തിയതും പരുമല തിരുമേനി തന്നെയായിരുന്നു. തുമ്പമൺ പള്ളിമേടയിൽ എന്ന് തന്നെയാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ആർക്കാണ് സമ്മാനം? ജോഹാൻ പി ജിജി ചാത്തന്നൂർ. ജോഹാൻ പി ജിജിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. സമ്മാനമുണ്ട്. ജോഹാൻ എന്ന് തന്നെയാണല്ലോ, ഞാൻ പറഞ്ഞ് തെറ്റിച്ചില്ലല്ലോ. കഴിഞ്ഞ തവണ ഞാൻ പേരൊക്കെ പറഞ്ഞ് അല്പം തെറ്റിച്ച് കളഞ്ഞു. എങ്കിലും അഭിനന്ദനങ്ങൾ. ഇതുവരെ തുടർച്ചയായി മുടങ്ങാതെ ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്. വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കട്ടെ. വീണ്ടും അഭിനന്ദനങ്ങൾ. നമുക്ക് പ്രവർത്തനം എന്തായിരുന്നു നോക്കാം. പുതുവത്സര ദിനമായ ഇന്ന് ദേവാലയത്തിൽ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം എടുത്ത് അയക്കുക. പുതുവത്സരത്തിൽ എല്ലാ കൂട്ടുകാരും പള്ളിയിൽ പോയെങ്കിലും ഇങ്ങനെ ഒരു ചലഞ്ച് ആരും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ധാരാളം ചിത്രങ്ങൾ വന്നെങ്കിലും നല്ല ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രാവശ്യം. അതുകൊണ്ട് സമ്മാനമില്ല. കൂട്ടുകാർ വിഷമിക്കേണ്ട. അടുത്ത ചലഞ്ചിൽ നമുക്ക് കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങാവുന്നതാണ്. നമുക്ക് അടുത്ത ആഴ്ചത്തെ ചലഞ്ചുകൾ എന്താണെന്ന് നോക്കാം. ആദ്യം ചോദ്യം, പിന്നെ പ്രവർത്തനം. പരിശുദ്ധ സഭ ഉദയത്തിൻ്റെ പെരുന്നാൾ ഈ വർഷം ആചരിക്കുന്നത് എന്നാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ ചിത്രം വരച്ച് അയയ്ക്കുക. ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി 2023 ജനുവരി 10 വൈകിട്ട് 5 മണി. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9387499100. ചലഞ്ചുകൾ വളരെ സിമ്പിളാണ്. എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണം. നിങ്ങളുടെ കൂട്ടുകാരെയും പങ്കെടുപ്പിക്കണം. പ്രിയമുള്ള കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇമെയിലിൽ അറിയിക്കുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713-100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണുക, മുടങ്ങാതെ ചലഞ്ചിൽ പങ്കെടുക്കുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ്. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.